ഹലോ, ലവ്ലി ദേവികയുടെ പുതിയൊരു അടിപൊളി കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരു സൂപ്പർ ഉമ്മ കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഉമ്മ ലവേഴ്സ് എല്ലാം ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇവിടെ പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഉമ്മയുടെ മോനല്ല, മോന്റെ പകരം മോന്റെ ഫ്രണ്ട് ആയാലോ? എങ്ങനെ ഉണ്ടാവും? ഇഷ്ടപ്പെട്ടോ? നേരെ നമുക്ക് ആബിദയുമ്മയുടെ കഥയിലേക്ക് പോവാട്ടോ. എൻ്റെ പേര് നൗഫൽ നവാസ്. എറണാകുളത്താണ് വീട്. വീട്ടിൽ ഉമ്മച്ചിയും ഉപ്പച്ചിയും പിന്നെ ഞാനുമാ ഉള്ളത്. ഉപ്പച്ചിയുടെ പേരാണ് നവാസ്, ഉമ്മ ആബിദ നവാസ്. ഞാനിപ്പോ എൻ്റെ ജീവിതത്തിലെ വലിയൊരു പ്രശ്നത്തിന് നടുവിലാണ്. അതിന് കാരണം ഒരർത്ഥത്തിൽ ഞാൻ തന്നെയാണ് കേട്ടോ. ഞാൻ ജനിച്ചത് അത്യാവശ്യം കുടുംബത്തിന് സാമ്പത്തികമുള്ള സമയത്താണ്. ഞങ്ങൾക്ക് പാരമ്പര്യമായി അത്യാവശ്യ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. എൻ്റെ ഉപ്പയുടെ പിടിപ്പില്ലായ്ക കൊണ്ട് തന്നെയാണ് ബിസിനസ്സൊക്കെ ചെയ്ത് ഒക്കെ തുലച്ചു. എല്ലാം പോയി കടവും കടക്കിണിയുമായി. എൻ്റെ ഉപ്പച്ചിയുടെ വീട്ടുകാർ നാട്ടിലെ പ്രമാണിമാർ ആയിരുന്നത് കൊണ്ട് വാപ്പിച്ചിക്ക് ഉമ്മിച്ചിയെ പോലൊരു ഭാര്യ നിക്കാഹ് കഴിക്കാൻ പറ്റിയതെന്ന് ഞാൻ എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അത്രയ്ക്കും മൊഞ്ചുള്ള പെണ്ണായിരുന്നു എൻ്റെ ഉമ്മിച്ചി. ഉപ്പയെ പോലെ ഒരാൾക്ക് ഉമ്മയെ എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റിയെന്നുള്ളതിന് പണമുള്ളത് കൊണ്ട് എന്നത് മാത്രമായിരുന്നു ഉത്തരം. ആ പാവത്തിന് വാപ്പച്ചിയെ കെട്ടിയത് കൊണ്ട് കണ്ണീര് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വാപ്പച്ചിയുടെ വീട്ടുകാരുടെ ചീത്തവിളികളും മറ്റും വേറെ. ഉമ്മയ്ക്ക് പിടിപ്പില്ലാത്ത കൊണ്ടാണ് വാപ്പച്ചി ഈ പൈസയും സ്വത്തുക്കളും ഒക്കെ നശിപ്പിക്കുന്നതെന്നാ അവര് പറയുന്നേ. ശരിക്കും ഞാൻ ഓർക്കാറുണ്ട്, ചെറുപ്പം മുതലേ വാപ്പിച്ച് പൈസ തുലയ്ക്കുന്നതിന് ഉമ്മച്ചി എന്ത് പിഴച്ചു. പാവം, ഇനിയിപ്പോ എന്തൊക്കെയായാലും അവർ തമ്മിൽ വലിയ അസാരസ്യമില്ലാതെ സ്നേഹത്തിലായിരുന്നു. അത് മാത്രമാണ് ഒരു മോനെന്ന നിലയിൽ എനിക്ക് ആശ്വാസമുണ്ടായിരുന്നേ. ശരിക്കും വാപ്പിച്ചിയുടെ ബിസിനസ്സൊക്കെ തുലഞ്ഞ് ആകെ വല്ലാതിരിക്കുമ്പോഴാ വാപ്പിച്ചിയുടെ ഫ്രണ്ട് ഞങ്ങളുടെ രക്ഷകനായി മാറിയത്. ശരിക്കും ഇതൊക്കെ നടക്കുന്ന സമയം ഞാൻ സ്കൂളിലായിരുന്നു. വാപ്പിച്ചിയുടെ ഫ്രണ്ടിന് ഗൾഫിലാണ് ബിസിനസ്. അങ്കിൾ വാപ്പിച്ചിയെ ഗൾഫിലേക്ക് കൊണ്ടുപോയി. അവിടെ ജോലി കൊടുത്തു. അതുകൊണ്ട് വാപ്പിച്ചി ഇപ്പോൾ ഗൾഫിലാ. ഗൾഫിലെ പണിയെടുത്ത് അത്യാവശ്യം കടമൊക്കെ വീട്ടി. പിന്നെ എൻ്റെ വാപ്പിച്ചിക്കും ഉമ്മച്ചിക്കും ഞാൻ ഒറ്റപുത്രനായതുകൊണ്ട് അവർക്ക് വേറൊരു പ്രശ്നവും ഇല്ലായിരുന്നു. പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് നല്ല മാർക്കോടെ ഞാൻ കോളേജിൽ നിന്ന് പാസ് ഔട്ടുമായി. എനിക്കങ്ങനെ ആരുടെയും കീഴിൽ പണിയെടുക്കാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മച്ചിയുടെ കണ്ണീര് കണ്ട് വളർന്നത് കൊണ്ടാവും എങ്ങനെയെങ്കിലും ബിസിനസ് ചെയ്ത് 10 കാശുണ്ടാക്കണം എന്നായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് 3-4 വർഷം ഒരു ഫിനാൻസ് കമ്പനിയിൽ അക്കൗണ്ടൻ്റായി ജോലി എടുക്കേണ്ടി വന്നു. അവിടെ അക്കൗണ്ടൻ്റായിട്ടാണ് തുടങ്ങുന്നതെങ്കിലും പോകെ അവിടുത്തെ ഓൾ ഇൻ വണ്ണായി ഞാൻ മാറി. കമ്പനിയിൽ അവിടെ നിന്ന് ഫിനാൻസ് ബിസിനസിന്റെ എല്ലാം ഞാൻ പഠിച്ചെടുത്തു. വാപ്പിച്ചി ഇതിനിടയ്ക്ക് ഫ്രണ്ടിനോട് പറഞ്ഞ് എനിക്ക് ഗൾഫിലൊരു വിസ ശരിയാക്കിയിരുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടത് നാട്ടിൽ നിന്ന് തന്നെ തിരിച്ചു പിടിക്കണം എന്നായിരുന്നു എൻ്റെ വാശി. അങ്ങനെ സ്വന്തമായി ഫിനാൻസ് കമ്പനി തുടങ്ങണമെന്ന ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു. അത്യാവശ്യം ക്യാഷ് റോൾ ചെയ്യാൻ വേണം. അതാണെങ്കിൽ എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല. ഒരുപാട് ശ്രമിച്ചു ഞാൻ പൈസ ഒപ്പിക്കാൻ. ഡെപ്പോസിറ്റൊക്കെ വിളിച്ച് ഒരുപാട് പാർട്ടിക്കാർ ഇങ്ങനെ പൈസ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പാർട്ടിയിൽ വെച്ചാണ് ഞാൻ സണ്ണി കോശിയെ പരിചയപ്പെടുന്നത്. എന്നെക്കാളും ഒരു 3-4 വയസ്സേ ആൾക്ക് കൂടുതലുള്ളൂ. എനിക്കിപ്പോൾ ഉള്ളത് 24 വയസ്സാണ്. സണ്ണിക്ക് 30. ഈ സമയത്ത് എൻ്റെ ഉമ്മയെ പറ്റി പറയാനാണെങ്കിൽ പുള്ളിക്കാരിക്ക് 43 വയസ്സുണ്ട്. പ്രായം ഇത്രയായെങ്കിലും ഉമ്മ എപ്പോഴും ചില കിളുന്ത് പെണ്ണുങ്ങളെ പോലെയാണ്. ചോര തൊട്ടെടുക്കാം അതുപോലെയുള്ള വെളുത്ത് ചുവന്ന നിറം. ഉമ്മയുടെ മുഖത്തെ ആ പ്രസന്നത കണ്ടാൽ തന്നെ മതിയല്ലോ. കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ വേറെ ഒന്ന് കല്യാണാലോചിച്ചു പോകും ആൾക്കാർ. അതുപോലെ തോന്നിപ്പോവും. സുന്ദരി, ഒരു താത്തച്ചി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ബാക്കി കാര്യം ഞാൻ പറയണ്ടല്ലോ. മുൻകനവും പിൻതൂക്കവും എല്ലാം നന്നേ കൂടുതലാ. അതുതന്നെയാണ് ഉമ്മച്ചി എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാവുന്നേ. പൊതുവെ സാരിയും ചുരിദാറും ഒക്കെ ധരിക്കാറുണ്ട്. പർദ്ദ അങ്ങനെ ഇടാറില്ല. ഉമ്മ പുറത്തേക്ക് പോകുമ്പോൾ
ചുറ്റിനുമുള്ളവരുടെ നോട്ടം കണ്ടാൽ തന്നെ മതിയാവും. ഉമ്മയുടെ ഓരോ ഭാഗവും കണ്ണുകൊണ്ട് തൂക്കി അളന്നു തരും ചില ബിരുദന്മാർ. എന്റെ ഉപ്പയ്ക്കാണെങ്കിൽ ഇതൊന്നും അനുഭവിക്കാനുള്ള യോഗമില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പോകും. ഉമ്മയുടെ പകുതി സൗന്ദര്യം എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനും നല്ല സുന്ദരൻ തന്നെയാ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ താടിയൊക്കെ ഉണ്ട്, പിന്നെ ഫിറ്റായ ബോഡിയും. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലെ ടെൻഷനൊക്കെ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ബാക്കി കാര്യത്തിലൊക്കെ ഞാനും ഉമ്മയും ഓക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞു. സണ്ണിയുമായി പരിചയപ്പെട്ടു വരുമ്പോഴേക്കും അവന്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. സണ്ണിക്ക് ബിസിനസ്സാ. അവന്റെ അപ്പനായിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അപ്പൻ അറ്റാക്ക് വന്ന് മരിച്ചപ്പോഴേക്കും അവന്റെ കയ്യിലെല്ലാം എത്തിപ്പെട്ടു. ശരിക്കും ബിസിനസിന്റെ കാര്യത്തിൽ സണ്ണി മോശമൊന്നും അല്ല. എല്ലാം അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് കഠിനാധ്വാനം കൊണ്ട് നന്നായി നോക്കി നടത്തുന്നുണ്ട്. അങ്ങനെ ആയപ്പോഴേക്കും അവനോട് എനിക്കൊരു ബഹുമാനം തോന്നി. ഫിനാൻസ് കമ്പനിയിൽ ജോലി തുടങ്ങിയപ്പോൾ അല്പസ്വല്പം മദ്യപാനം തുടങ്ങിയിരുന്നു ഞാൻ. ഉമ്മച്ചിക്കാണെങ്കിൽ അത് ഇഷ്ടമല്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉമ്മ ഡോറ് തുറന്നു തരത്തുമില്ല. അങ്ങനെ കൊതുക് കടി കൊണ്ട് വീടിന്റെ പുറത്ത് കിടക്കേണ്ടി വന്നു. പതിയ ശീലം ഞാനങ്ങ് നിർത്തി. മദ്യപാനം തുടങ്ങിയ ശീലം എനിക്ക് പക്ഷെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കി തന്നു. കുറെ കണക്ഷൻസ്, സണ്ണിയോട് കൂടുതൽ അടുക്കാനും പറ്റി. അവസാനം അവനോട് ഞാൻ എന്റെ മനസ്സിലെ ഫിനാൻസ് കമ്പനി എന്ന ആഗ്രഹം പറഞ്ഞു. പൈസ ഇറക്കാനില്ലാത്തത് കൊണ്ടാന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് ഒരു കാര്യം ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ. കേട്ടപ്പോഴേക്കും സന്തോഷമായി. ഒരുപാട് നാളത്തെ സ്വപ്നം നടക്കാൻ പോകുന്നു. സണ്ണി ബിസിനസ് തുടങ്ങാൻ ഫണ്ട് ഇറക്കാൻ എന്നെ സഹായിക്കാമെന്ന്. പക്ഷെ അവന് കണ്ടീഷനുണ്ട്. അവന്റെ ആദ്യത്തെ കണ്ടീഷൻ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കി നടത്തണം. ലാഭത്തിന്റെ 50% കൊടുക്കണം. രണ്ടാമത്തേത് എന്റെ പേരിൽ ലൈസൻസ് എടുക്കണം. എനിക്കതിനൊന്നും പ്രശ്നമില്ലായിരുന്നു. ഒടുവിൽ ഞങ്ങൾ പരിപാടിയൊക്കെ പ്ലാനിട്ടതുപോലെ നടന്നു. അറയ്ക്കൽ എന്ന എന്റെ കുടുംബ പേരാണ് കമ്പനിക്ക് കൊടുത്തതും. അറയ്ക്കൽ ഫൈനാൻസ്. കാര്യങ്ങളൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ഞങ്ങൾ ശരിയാക്കിയെടുത്തു. അതിനുശേഷം ലൈസൻസ് കിട്ടുന്നതും പെരുന്നാളിന്റെ സമയവും ഒന്നിച്ചായിരുന്നു. ഒരു ദിവസം ആ പെരുന്നാൾ സെലിബ്രേഷന് വേണ്ടി വീട്ടിലേക്ക് അവനെ ഞാൻ ക്ഷണിച്ചു. ഉമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമായി. ഉപ്പയുമില്ല, എന്നെ മാത്രമാണ് ഉമ്മ ഇപ്പോൾ ആകെ കാണുന്നത്. പുറത്തുനിന്ന് നല്ലൊരു ഫ്രണ്ടിനെ കൊണ്ടുവരുമ്പോഴേക്കും ഉമ്മയ്ക്ക് ഒരു മോനെ കൂടെ കിട്ടിയ പോലെ. വെച്ച് വിളമ്പി ഒരുപാട് സംസാരിച്ചുമൊക്കെ അവന്റെ കൂടെ നിന്നു. ഉമ്മച്ചിയാണെങ്കിൽ നല്ല കൈപുണ്യുള്ള ആളാണ് കേട്ടോ. സണ്ണി ആസ്വദിച്ച് ഉമ്മയുണ്ടാക്കിയിരുന്ന നെയ്ച്ചോറും ബീഫ് ഫ്രൈയും ചിക്കൻ കറിയും ഒക്കെ കഴിച്ചു. എന്തൊരു രുചിയാണ്! സണ്ണി ഉമ്മയുടെ കൈപുണ്യത്തെ വാനോളം പുകഴ്ത്തി. ഡാഡിയും മമ്മിയും മരിച്ചതുകൊണ്ട് സണ്ണി ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോ ഉമ്മച്ചിക്ക് ആകെ സഹതാപമായി അവനോട്. കുറെ കഴിയുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും രണ്ടുപേരും വേഗം അടുത്തു. അതിനിടയിൽ ഉമ്മച്ചി എന്താ കല്യാണം കഴിക്കാത്തേ എന്നവൻ ചോദിച്ചു. അവൻ വിചാരിച്ചിരിക്കുന്നേ എന്റെ ഉപ്പ മരിച്ചെന്നാണ്. ഉപ്പ ഗൾഫിലാന്ന് ഞാൻ പറയാൻ പോയില്ല കേട്ടോ. ഉമ്മച്ചിക്ക് കല്യാണം കഴിക്കണോ? ഞാൻ ആലോചന നോക്കിയാലോ? ഉമ്മ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷം എന്റെ ഉമ്മ അങ്ങനെ ചിരിക്കുന്നത് ഞാൻ കാണുന്നേ. എനിക്ക് സന്തോഷായി. ഉമ്മ മനസ്സ് നിറയെ ചിരിച്ചപ്പോൾ. അതുമാത്രല്ല, ഈ പ്രായത്തിൽ ഉമ്മയ്ക്ക് കല്യാണം ആലോചിക്കണമെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ എന്തായിരിക്കും ഭംഗിയെന്ന്. ഒട്ടും മുടയാത്ത ആ കൊഴുപ്പ് കയറിയിരിക്കുന്ന ശരീരം. ഉമ്മയ്ക്ക് അവന്റെ ആ പറച്ചിൽ കേട്ടപ്പോ മുഖത്തൊക്കെ നാണം വരുന്നത് ഞാൻ കണ്ടു. കള്ളി, ഞാൻ ഉമ്മയെ പറ്റി മനസ്സിൽ അത്രയും വിചാരിച്ചു പോയി. അപ്പോഴേക്കും ഉമ്മ സണ്ണിയെ ഒന്ന് ഓവർടേക്ക് ചെയ്തു. സണ്ണി മോന് പെൺകുട്ടിയെ വേണമെങ്കിൽ ഞാൻ നോക്കിയാലോ? നല്ലൊരു പെണ്ണിനെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? സണ്ണി ചിരിക്കുക മാത്രം ചെയ്തു. അപ്പോഴേക്കും ഉമ്മ സംസാരിച്ച് കാട് കയറി. അവന്റെ ആളെ കണ്ടുപിടിക്കാൻ അവനറിയാം. ഉമ്മ അവന് വേണ്ടി പെണ്ണിനെ നോക്കണ്ടട്ടോ. അങ്ങനെ പറഞ്ഞ് ആ സംഭാഷണം ഞാൻ അവിടെ അവസാനിപ്പിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഉമ്മച്ചിയുടെ അടുത്ത് നിന്ന് ഇനിയും ബിരിയാണിയും ബീഫ് ഫ്രൈയും ഒക്കെ കഴിക്കണം കേട്ടോ എന്നൊക്കെ അവൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. എപ്പോഴാണെങ്കിലും മോൻ ഇങ്ങോട്ടേക്ക് വന്നോ, എനിക്ക് വെച്ച് വിളമ്പുന്നതൊക്കെ വളരെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോഴേക്കും സണ്ണിക്ക് സന്തോഷമായി.
അവർ തമ്മിൽ വേഗം അടുത്തതും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സന്തോഷത്തിലായതും എനിക്കും മനസ്സ് നിറയാനുള്ള കാര്യമായിരുന്നു. അത് കഴിയുമ്പോഴേക്കും ഞങ്ങൾ അടുത്ത ദിവസം കമ്പനിയിലേക്കുള്ള കാര്യത്തെപ്പറ്റി ആലോചിച്ചു. സണ്ണി പോയി കഴിയുമ്പോഴേക്കും ഉമ്മയ്ക്ക് സണ്ണിയുടെ കാര്യത്തിൽ നല്ല സെന്റിമെന്റ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ഉമ്മയും ഉപ്പയും ഇല്ലാത്ത കുട്ടിയാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ എൻ്റെ ഉമ്മ ഇത്ര നല്ല മനുഷ്യനാണ്, മനസ്സലിഞ്ഞ് ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയും ജീവിക്കുമല്ലോ എന്നൊക്കെ ഞാൻ ഓർത്തുപോയി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും ബിസിനസ് അങ്ങ് സെറ്റായി. നിക്ഷേപർക്ക് അത്യാവശ്യം നല്ല പലിശ തന്നെ കൊടുത്തു. പലിശ കൂടുതലായത് കൊണ്ട് ഫണ്ടും കൂടുതൽ വന്നു തുടങ്ങി. ബിസിനസിന്റെ വളർച്ച കണ്ടപ്പോഴേക്കും ഞാനും സണ്ണിയും ഡബിൾ ഹാപ്പി. സണ്ണി ഫ്രീ ആവുമ്പോഴൊക്കെ ഇപ്പോൾ വീട്ടിൽ വരും. ഉമ്മിച്ചാണെങ്കിൽ എനിക്കും അവനും വേണ്ടി വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കി തുടങ്ങി. നാളുകൾ കഴിയും തോറും സണ്ണി എൻ്റെ കൂടപ്പിറപ്പ് പോലെയായി. ഉമ്മിച്ചിക്ക് അവൻ മകനെ പോലെയല്ല, മകൻ തന്നെയായി. നന്നായിട്ട് കാര്യങ്ങളൊക്കെ പോകുമ്പോഴാ ഒരിക്കലും ഉമ്മച്ചിയുടെ പിറന്നാൾ ദിവസം ഉമ്മച്ചി ഇടയ്ക്ക് പായസം ഉണ്ടാക്കുമെന്നല്ലാതെ അതിൽ കൂടുതൽ സെലിബ്രേഷനൊന്നുമില്ല. പക്ഷേ അന്നത്തെ ദിവസം സർപ്രൈസുമായിട്ടായിരുന്നു സണ്ണി വന്നത്. ബർത്ത്ഡേക്ക് ഒരു കേക്ക്, അതിൻ്റെ ഒപ്പം ഒരു ഗിഫ്റ്റും. കേക്ക് കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിരുന്നില്ല എങ്കിലും ആ ഗിഫ്റ്റ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. വില കൂടിയ ഒരു സാരിയും ഒരു ഗോൾഡ് ചെയിനും. ഉമ്മിച്ചി അത് കണ്ടപ്പോഴേക്കും ഹാപ്പിയായി ഒരുപാട്. എൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവനെ കെട്ടിപ്പുണർന്ന് താങ്ക് യു പറഞ്ഞു. എനിക്കത് കണ്ടപ്പോൾ സന്തോഷായി. എൻ്റെ ഉമ്മയ്ക്ക് ഇപ്പോൾ ഒരു മോനെ കൂടി കിട്ടിയല്ലോ. അത്താഴം ഉമ്മ എന്ന് സ്പെഷ്യലാക്കി. അത് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ അത്ര ഹാപ്പിയായി ഞാൻ ആ ദിവസം കണ്ടിട്ടേയില്ല. സണ്ണി ഇറക്കിയതിനേക്കാൾ കൂടുതൽ പൈസ ഞങ്ങൾ തിരിച്ചു പിടിച്ചു. ഫിനാൻസ് കമ്പനി നല്ല ക്ലച്ച് പിടിച്ചിരുന്നു. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഫണ്ടൊക്കെ വരാൻ തുടങ്ങി. അതിനിടയിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇറക്കുന്ന കാര്യം അവനെന്നോട് പറയുന്നേ. ഡബിൾ പിടിക്കാമെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നെങ്കിലും ഇറക്കുന്നതിന്റെ 4 ഇരട്ടി വരെ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അല്പം ആക്രാന്തം കൂടിയെന്ന് പറയുന്നതാവും ശരി. ഞാൻ എല്ലാത്തിനും യെസ് മൂളി. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ അവൻ ഉള്ളത് മുഴുവൻ ഇറക്കാനും തുടങ്ങി. ഒരു പ്രാവശ്യം ഇറക്കുമ്പോഴേക്കും അത്യാവശ്യത്തിലധികം പൈസ തിരിച്ചു കിട്ടിയിരുന്നു. എൻ്റെ ആർത്തി എൻ്റെ കൈവിട്ട് പോകുന്ന പോലെയായി. ഉമ്മയോട് കാര്യങ്ങൾ പറയുമ്പോൾ ഉമ്മയൊന്നും മിണ്ടിയില്ല. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിന്റെ ഉപ്പയുടെ കാര്യം മറക്കരുതിട്ടോ എന്നൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഉമ്മ എന്നോട് തടസ്സമൊന്നും പറഞ്ഞിരുന്നില്ല. പോകെ പോകെ കാര്യങ്ങളൊക്കെ അതിലും ഇതിലുമായി ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. എൻ്റെ വീടിൻ്റെ ആധാരവും എനിക്ക് പണയം വെക്കേണ്ടി വന്നു ഒരു ഫണ്ട് സെറ്റാക്കാൻ. കുറച്ച് കഴിയുമ്പോഴേക്കും കോവിഡിന്റെ സമയവുമായിരുന്നു. പിന്നെ പറയാനുണ്ടോ, ബിസിനസ് ആകെ ഡിമ്മായി. സണ്ണി നടത്തിയ ഡീലുകളെല്ലാം പലതിലും ഞങ്ങൾക്ക് ഗുണം കിട്ടിയില്ല. അതുമാത്രല്ല, കമ്പനിയുടെ 70% ഫണ്ടും ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്നൊന്ന് ഡൗൺ ആയപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയൊരു ആഘാതമായിരുന്നു. ഫണ്ടൊക്കെ നഷ്ടത്തിലായെന്ന് മാത്രമല്ല, ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് കുറച്ചുകൂടി ഞങ്ങൾക്ക് മുടക്കേണ്ടിയും വന്നു. അതിനിടയിൽ ഈ കോവിഡും കൂടെ ആയപ്പോൾ പറയാനുണ്ടോ, പല ആൾക്കാരും പൈസയ്ക്ക് വേണ്ടിയിട്ട് കമ്പനിയിലേക്ക് വരാനും പ്രശ്നമുണ്ടാക്കാനും തുടങ്ങി. നിക്ഷേപിച്ച പലരും തിരികെ ചോദിക്കുമ്പോൾ നമുക്ക് അതും ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാര്യങ്ങൾ കൈവിട്ടു പോയി തുടങ്ങി. കമ്പനിയിൽ ഒച്ചപ്പാടായി. എനിക്കെതിരെ കേസും. നാട്ടിൽ നിന്നാൽ സീനാവുമെന്ന് വിചാരിച്ച് എനിക്കാകെ ടെൻഷനായി. അതിനിടയിൽ സണ്ണിയാണ് എന്നോട് പറഞ്ഞത്, നീ ഇവിടെ നിന്ന് മാറി നിൽക്ക്, നമ്മുടെ സാധനങ്ങളൊക്കെ വിറ്റ് നമുക്ക് തിരിച്ചു പിടിക്കാം. അപ്പോഴേക്കും എനിക്കെങ്കിൽ അത് വേഗമായിക്കോട്ടെ എന്നായിരുന്നു പറയാൻ തോന്നിയത്. പക്ഷെ അവൻ സമ്മതിച്ചില്ല. ഇത്രയും നഷ്ടമുള്ള സമയത്ത് അതൊക്കെ വിറ്റാൽ പ്രശ്നമാവും മോനെ, അതുകൊണ്ട് നീ കുറച്ചുനാൾ മാറി നിൽക്ക്. ഉമ്മയെ ഓർത്തപ്പോൾ എനിക്ക് ടെൻഷനായി. എടാ, നമ്മുടെ രണ്ടാളുടെയും ഉമ്മയാ അത്, നീ അതോർത്തൊന്നും വിഷമിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ അവൻ എനിക്ക് ഒളിച്ചു താമസിക്കാൻ സ്ഥലവും സെറ്റാക്കി. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവൻ എന്നോട് സമയമായിട്ടില്ല, കുറച്ചുകൂടെ കഴിയുമ്പോളേ വിൽക്കാൻ പറ്റൂ എന്നായിരുന്നു മറുപടി തന്നെ. വല്ലപ്പോഴും വിളിച്ചോണ്ടിരുന്ന അവൻ പോകെ പോകെ വിളി നിർത്തിയതുപോലെ ആയി. എനിക്കാണെങ്കിൽ ഫോൺ ഉപയോഗിക്കാനും പറ്റില്ല, പോലീസ് പിടിച്ചാലോ എന്നുള്ള പേടി.
ഒളിവ് ജീവിതം എനിക്ക് മടുത്തുകൊണ്ടേയിരുന്നു. ഏതാണ്ട് 3.5-4 മാസത്തോളം ഞാൻ അങ്ങനെ തന്നെ കഴിഞ്ഞു. കാര്യങ്ങളൊക്കെ എങ്ങനെയായി എന്നറിയാൻ എനിക്ക് സമാധാനം ഇല്ലാതെയായി. പല ഫോട്ടോകാരുമായി കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും നിക്ഷേപകർ പലരും വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയെന്നും ഉമ്മച്ചി പോലീസിൽ കേസ് കൊടുത്തു, വീട്ടിൽ ഇപ്പോൾ ആരും വരുന്നില്ല എന്നൊക്കെ അറിഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ടെൻഷനായി. എന്തുകൊണ്ടാവും സണ്ണി ഇതൊന്നും എന്നോട് പറയാതിരുന്നേ? ചിലപ്പോ ഇതൊക്കെ അറിഞ്ഞ് ഞാൻ വിഷമിക്കണ്ടെന്ന് കരുതിയായിരിക്കും അല്ലേ? എന്തായാലും അതിനുണ്ടല്ലോ ഉമ്മയ്ക്ക് കൂട്ട്. അത് മാത്രമായിരുന്നു എൻ്റെ ആശ്വാസം. കുറച്ചു നാളുകൾ കൂടി, ഒരു 2 ആഴ്ച കൂടി ഒളിച്ചങ്ങനെ താമസിച്ചു. സണ്ണിയോട് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറും. എനിക്കാണെങ്കിൽ ഉമ്മയെ കാണാതെ ഇരിക്കപ്പുറതിയില്ലെന്നായി. കാര്യങ്ങളൊക്കെ ഞാൻ കാരണം ഉമ്മ കുറെ സഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മ സുഖമാണോ, നന്നായിട്ടിരിക്കുന്നോ എന്നെങ്കിലും അന്വേഷിക്കണം. ഉപ്പ നാട്ടിലില്ലാത്തപ്പോൾ ഒരു മോനെന്ന നിലയിൽ ഞാൻ അതെങ്കിലും ചെയ്യണ്ടേ? അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ അവൻ നോക്കുന്നുണ്ടെന്നുള്ള വിശ്വാസമല്ലേ എനിക്കുള്ളൂ. അങ്ങനെ അല്ലെങ്കിലോ? അങ്ങനെ ഏറെ വൈകി രാത്രിയായപ്പോഴേക്കും ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് പുറപ്പെട്ടു. ശരിക്കും പകൽ വെളിച്ചത്തിൽ പോവാൻ പറ്റില്ലല്ലോ. ഉമ്മച്ചി ഉറങ്ങിയിട്ടില്ലെങ്കിൽ കണ്ടെന്ന് സംസാരിക്കാം. ഉറക്കമാണെങ്കിൽ ഒന്ന് കണ്ട് ശല്യപ്പെടുത്താതെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വരാം. അതായിരുന്നു പ്ലാൻ. അങ്ങനെ ഞാൻ അവിടെ വരെ എത്തി. കുറച്ച് കഴിയുമ്പോഴേക്കും വീടിന്റെ പരിസരത്തൊക്കെ ലൈറ്റ് ഓഫാണ്. പക്ഷേ അതിന് തൊട്ട് മുമ്പായി ഞാൻ നോക്കുമ്പോൾ അതാ ഉമ്മയുടെ മുറിയിൽ ലൈറ്റുണ്ട്. അങ്ങനെ സ്റ്റെയർ കേസിനടുത്തുള്ള ഉമ്മയുടെ മുറിയുടെ സൈഡിലേക്ക് ഞാൻ ചെന്നു. സ്റ്റെപ്പ് കയറുമ്പോഴേക്കും വെളിച്ചം നന്നായിട്ട് വരുന്നുണ്ട്. ഉമ്മ എന്തു പറ്റി? ഇരുന്ന് ഉറങ്ങിപ്പോയോ ലൈറ്റ് ഓഫ് ആക്കാതെ? പാവം, അതോ ഇനി പേടിച്ച് ഉറങ്ങാതിരിക്കുകയാണോ? ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഭാഗ്യായി, ഒന്ന് സംസാരിക്കാലോ. കുറെ കഴിയുമ്പോഴേക്കും ഉമ്മയുടെ ജനലൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ അവസാനത്തെ ജനലെത്തുമ്പോഴേക്കും കർട്ടൻ മുഴുവനായിട്ട് മാറ്റിയിട്ടിട്ടില്ല. സൈഡിൽ നിന്ന് എനിക്ക് കാണാൻ കേട്ടോ. AC ഓണാണ് മുറിയിൽ. അതിൻ്റെ ആ ഇരമ്പൽ ശബ്ദവും എനിക്ക് കേൾക്കാം. ഞാൻ അതിനകത്തേക്ക് എത്തി വലിഞ്ഞു നോക്കി. ഉമ്മയെ പേരെടുത്ത് വിളിക്കണോ, ഉറക്കത്തിൽ നിന്ന് ഞെട്ടുമോ എന്നൊക്കെ തോന്നി. എന്തായാലും നന്നായൊന്ന് നോക്കുക തന്നെ. നോക്കുമ്പോഴേക്കും അതാ പാവം കിടന്നുറങ്ങുകയാണ്. ശല്യപ്പെടുത്തണ്ട എന്ന് ഞാൻ വിചാരിച്ചു. ഉമ്മിച്ച് നന്നായി ശരീരം ശ്രദ്ധിക്കുന്ന ആളാന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ ഭംഗി ആ ചെരിഞ്ഞുള്ള കിടപ്പിൽ കാണാനുണ്ട്. എന്തൊരു ഭംഗിയാണ്! അർദ്ധനഗ്നയായിട്ടാണ് ഉമ്മിച്ച് കിടക്കുന്നത്. പെട്ടെന്നാണ് ഞാൻ ഞെട്ടിക്കുന്നൊരു കാഴ്ച കൂടെ കാണുന്നേ. അതെ, മറ്റൊരാൾ. അതൊരു പുരുഷനാണെന്ന് എനിക്ക് മനസ്സിലായി. തലയ്ക്കൊരു അടി കിട്ടിയ പോലെയാണ് പെട്ടെന്ന് ആ നിമിഷം എനിക്ക് തോന്നിയേ. വാപ്പിച്ച് നാട്ടിലില്ലാത്തപ്പോ ഉമ്മച്ചിയുടെ കൂടെ ആരായിരിക്കും? എന്റെ ചിന്ത കാട് കയറി. കണ്ണു തിരുമ്മി ഒന്നുകൂടി നോക്കി അകത്തേക്ക്. അതെ, അതൊരു പുരുഷൻ തന്നെയാ. ഞാൻ നന്നായി തന്നെ എത്തി വലിഞ്ഞു നോക്കി. കുറെ കഴിഞ്ഞപ്പോഴേക്കും അവർ കിടക്കുന്ന അതത്ര രസത്തിലല്ലല്ലോ എന്നെനിക്ക് മനസ്സിലായി. എന്റെ രക്തത്തിനാകെ ചൂട് പിടിച്ചു. ആകെ ദേഷ്യം വന്നു. എനിക്ക് ശരിക്കും ഈ ഒരു കാഴ്ച മനസ്സിൽ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ജനലിൽ ആഞ്ഞടിച്ചു. 2 വട്ടം ആ ചില്ലിന്റെ ഒച്ച കേട്ടിട്ടാവും 2 ആളും ഞെട്ടി. ജനലിന്റെ അങ്ങോട്ടേക്ക് നോക്കി. ഉമ്മിച്ചി ബെഡ്ഷീറ്റ് കൊണ്ട് ആകെ മറച്ചു കണ്ണു തിരുമ്മി നോക്കുന്നുണ്ട്. ഉമ്മിച്ചി അപ്പോൾ ഉറക്കമായിരുന്നല്ലേ? ആള് നൂൽബന്ധമില്ലാത്ത അവസ്ഥയിലാ. ഉമ്മയെ അങ്ങനെ കണ്ടപ്പോഴേക്കും എന്റെ മനസ്സൊക്കെ ആകെ കൈവിട്ടുപോയ അവസ്ഥ. കൂടെയുള്ള ആളെ കണ്ടപ്പോഴേക്കുമാണ് ഞെട്ടൽ പൂർത്തിയായത്. സണ്ണി. സ്തംഭിച്ചു പോയി ഞാൻ. കട്ടിൽ നിന്നും എഴുന്നേറ്റവൻ ജനലിന് നേരെ നടന്നു വന്നു. അവനും അതെ, ഉമ്മയുടെ അതേ അവസ്ഥയിൽ, നൂൽബന്ധമില്ലാതെ തന്നെ. കർട്ടൻ മാറ്റി എന്നെ കണ്ടപ്പോഴേക്കും അവനത് വേഗം പൂട്ടിക്കളഞ്ഞു. എന്നെ കണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിൽ എന്തൊക്കെയോ വികാര വിക്ഷോഭങ്ങളുടെ വേലിയേറ്റമായിരുന്നു എനിക്ക്. ഒന്നും ആലോചിക്കാൻ നിന്നില്ല ഞാൻ. വീടിന്റെ മുന്നിലേക്ക് ഓടി. അപ്പോഴത്തെ ദേഷ്യത്തിന് മുൻവാതിലിൽ ശക്തിയായി അടിച്ചു. നിർത്താതെ അടിച്ചിട്ടും കുറച്ചു കഴിഞ്ഞാണ് വാതിൽ തുറന്നത്. ഡ്രസ്സൊക്കെ ഇട്ടു വന്നിരിക്കുന്ന ഉമ്മിച്ചി തന്നെയാണ് ഡോറ് തുറന്നു തന്നെ. ഞാൻ അകത്തേക്ക് ഓടി കയറുമ്പോഴേക്കും
ഉമ്മ എന്നെ തടയാൻ നോക്കി. ഞാനാണെങ്കിൽ സണ്ണിയെ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു ഓടിയെ. കുറെ കഴിയുമ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. എന്റെ നേരെ അവനും അലറി, തിരിച്ചു ഞാനും. കഴുത്തിന് കുത്തിപ്പിടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെ അടി നടന്നു. അവനൊന്നും ചെയ്യുന്നതിന് മുന്നേ ഞാൻ അങ്ങോട്ടേക്ക് രണ്ട് പൊട്ടിച്ചു. ഉമ്മച്ചിയെ നീ നോക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും അതിനിങ്ങനെ ഒരു അർത്ഥമുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. എന്റെ ഉമ്മയെ നീ ഈ കണ്ണുകൊണ്ടായിരുന്നല്ലേ നോക്കിയിരുന്നത്? നീ എന്നെ ചതിക്കായിരുന്നല്ലേ? എന്റെ വാക്കുകൾ ഇടറിപ്പോയിരുന്നു. ഉമ്മച്ചി കരഞ്ഞുകൊണ്ട് ഓടി അങ്ങോട്ടേക്ക് വന്നു. സണ്ണിയുടെ ദേഹത്ത് നിന്ന് എന്നെ മാറ്റാൻ ശ്രമിച്ചു. പാവം, കരഞ്ഞുകൊണ്ട് സണ്ണിയോട് പ്രശ്നമുണ്ടാക്കാതെ പോവാൻ പറഞ്ഞു ഉമ്മ. എന്റെ ഇടികൊണ്ട ദേഷ്യത്തിൽ നിന്നെ ഞാൻ എടുത്തോളടാ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചാണ് സണ്ണി പുറത്തേക്ക് പോയത്. ഈ സമയം അത്രയും ഉമ്മ ഒരേ നിലവിളിയായിരുന്നു. എനിക്കാണെങ്കിൽ ആ കരച്ചിൽ കണ്ടപ്പോഴേക്കും ദേഷ്യാണ് വന്നേ. നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഉമ്മ കരുതിയേ. മകന്റെ പ്രായമുള്ള ഒരു ഒരുത്തിനെ കിട്ടിയപ്പോ നിങ്ങളെല്ലാം മറന്ന് കുത്തിമറിഞ്ഞല്ലേ. നമ്മുടെ ഉപ്പയെ പറ്റി ഓർത്തോ? എന്നെ പറ്റി ഓർത്തോ? ഇപ്പൊ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യത്തെ പറ്റി ഓർത്തോ? എന്നിട്ടെല്ലാം കഴിഞ്ഞ് കിടന്ന് മൂങ്ങുവാ. എന്തിനാ നിങ്ങൾ ഈ പണി കാണിച്ചത്? ഞാനും വിതമ്പി നിലവിളിച്ചു. ഉമ്മ ഒന്നുകൂടി ഉച്ചത്തിൽ കരഞ്ഞു. പിന്നെ ആ റൂമിൽ നിന്ന് അപ്പുറത്തെ മുറിയിലേക്ക് പോയി കതകടച്ചു. എനിക്കാണെങ്കിൽ തലവേദന സഹിക്കുന്നില്ല. ദേഷ്യവും പ്രഷറും പേടിയുമൊക്കെയായി വല്ലാത്തൊരവസ്ഥ. ചതിവ് പറ്റുമ്പോ നമ്മൾ ആകെ തകർന്നു പോവില്ലേ? ഏറ്റവും അടുത്ത സഹോദരനെ പോലെ കണ്ട കൂട്ടുകാരന്റെ അടുത്ത് നിന്നാവുമ്പോ. ഇത്രയും കാലം ഈ വീട്ടിൽ വന്നിരുന്ന സണ്ണി എന്റെ ഉമ്മയെ ഈ കണ്ണുകളോടെയാണ് നോക്കിയതെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും എനിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഉമ്മയോട് മിണ്ടാൻ പോയില്ല. ഉമ്മ പാവമായിരുന്നെന്നായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷേ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉമ്മയുടെ അടുത്തുണ്ടായിരുന്നു. എനിക്കെന്തോ ഉമ്മയോടുള്ള സ്നേഹമൊക്കെ ഒരു നിമിഷം കൊണ്ട് പോകുന്നത് പോലെ. ഉമ്മ കാണാൻ കാര്യം സുന്ദരിയൊക്കെ തന്നെയാ. പുറത്തു പോകുമ്പോൾ പലരും നോക്കി വെള്ളമിറക്കുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഉമ്മ അവരെയൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാര്യം 43 വയസ്സുണ്ടെങ്കിലും ഉമ്മയുടെ ആ എടുത്തോ പിടിച്ചോ നിൽക്കുന്ന ആ ശരീരവും ഇളകിയാടുന്ന പിൻഭാഗവും ഒക്കെ സണ്ണിയും ഇതുപോലെ നോക്കി കൊതിച്ചുകൊണ്ടിരുന്നു എന്ന് എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല. സങ്കടം വന്നുപോയി. കുറച്ചു കഴിയുമ്പോൾ എന്റെ കട്ടിലിൽ ആരോ വന്നിരിക്കുന്ന പോലെ. ഉമ്മയാണ്. ദേഷ്യം വന്നു. എന്തിനാ എന്റെ മുമ്പിൽ വന്നേ? ഉമ്മ ഇവിടെ നിന്ന് പൊക്കോ. പാവം, കരഞ്ഞ മുഖമൊക്കെ വല്ലാതായിട്ടുണ്ട്. നൗഫലെ, നീ ഞാനാ പറയുന്നൊന്ന് കേൾക്കടാ. എനിക്കൊന്നും കേൾക്കണ്ട ഉമ്മ. അതല്ല, നീ കാരണാടാ എനിക്കിതെല്ലാം ചെയ്യേണ്ടി വന്നേ. നിന്നെ രക്ഷിക്കാനാ. ഉമ്മച്ചി പറയുമ്പോ എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. അതെ, നീ കാരണം. അതിന് ഞാനെന്ത് ചെയ്തു? നിന്റെ കൂട്ടുകാരനില്ലേ, നീയല്ലേ അവനെ വിളിച്ചിങ്ങ് കൊണ്ടുവന്നേ. അവനാടാ നിന്നെ ചതിച്ചേ. നിന്റെ പൈസ മുഴുവൻ അവന്റെ കയ്യിലുണ്ട്. അവൻ പോലീസിനെ കൊണ്ട് നിന്നെ പിടിപ്പിക്കുമെന്ന് പറഞ്ഞു. അവൻ പറയുന്നത് പോലെയൊക്കെ ചെയ്തില്ലെങ്കിൽ നിന്നെ ജയിലിൽ കയറ്റുമെന്നും ഇനിയിപ്പോ അതല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിലേക്ക് നിന്നെ ഇട്ടുകൊടുക്കുമെന്നും. എനിക്ക് നീ തന്നെയാ മോനെ വലുത്. ഈ 44-45 വയസ്സുള്ള ഈ ഉമ്മയെ കൊണ്ട് നിനക്ക് ഇതിൽ കൂടുതൽ ഉപകാരം വേറെ എന്ത് ചെയ്യാനാ? ഞാൻ അങ്ങനെ എന്റെ മോനെ പറ്റി ഓർത്തപ്പോ ചെയ്തു പോയി മോനെ. ഉമ്മയോട് ക്ഷമിക്കടാ. ഇത് പറഞ്ഞ് ഉമ്മ പൊട്ടിക്കരഞ്ഞു. എനിക്കൊന്നും പറയാനില്ലായിരുന്നു. പാവം, എനിക്ക് വേണ്ടി എന്റെ ഉമ്മ. ഉമ്മയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ മനസ്സ് മുഴുവൻ കുറ്റബോധമായിരുന്നു. ഞാൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ. എന്തൊക്കെയോ ചിന്തിച്ചാന്ന് ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ പുറത്തേക്ക് ഇറങ്ങാൻ ഉമ്മ സമ്മതിച്ചില്ല എന്നെ. പോലീസ് വരുമോ എന്നൊക്കെയായിരുന്നു പേടി. അതിനിടയിൽ രാത്രിയായപ്പോഴേക്കും പോയിരുന്ന നൗഫൽ പിറ്റേ ദിവസം രാവിലെ തന്നെ കയറി വരുന്നത് കണ്ടപ്പോ ഞാനും ഉമ്മയും പരസ്പരം നോക്കി. ഇവന്റെ വരവിന്റെ ഉദ്ദേശം ഇപ്പോൾ എന്താണെന്ന് ഞാൻ മനസ്സിലിങ്ങനെ ഓർത്തു. അപ്പോഴേക്കും അവൻ വന്ന് കാര്യമായി തന്നെ സംസാരിച്ചു തുടങ്ങി. എന്റെയും ഉമ്മയുടെയും മുഖത്ത് വലിയ താല്പര്യമില്ലാത്ത മട്ടായിരുന്നെങ്കിലും അവൻ പറഞ്ഞു, നൗഫലെ, നിന്റെ ഇടി എനിക്ക് നന്നായി വേദനിച്ചു കേട്ടോ. എന്നെ നോവിച്ച ആരെയും ഞാൻ വെറുതെ വിടാറില്ല. നീ ആയതുകൊണ്ടാ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നേ.
സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നു. നീ കിടന്ന് ചിലക്കാതെ വന്ന കാര്യം പറ സണ്ണി. ആധാരവും പൈസയും എപ്പോ തിരിച്ചു തരും? അപ്പോഴേക്കും സണ്ണി ഒന്ന് പൊട്ടിച്ചിരിച്ചു. അവന്റെ ആ ക്രൂരതയോടെയുള്ള ചിരി കണ്ടപ്പോ ഉമ്മ പേടിയോടെ എന്നെ നോക്കി. നിന്റെ ആവശ്യം നടക്കണമെങ്കിൽ എന്റെ കുറച്ച് ആഗ്രഹങ്ങൾ കൂടി നടക്കണം. ഏതായാലും ഇന്നലെ ഞാൻ നന്നായി തന്നെ പ്ലാൻ ചെയ്തു വന്നൊരു ദിവസമാ നീ നശിപ്പിച്ചു തന്നത്. സത്യം പറഞ്ഞാൽ നിന്റെ ഉമ്മയെ എനിക്ക് മതിയാവോളം ആസ്വദിക്കണം എന്നുണ്ടായിരുന്നു. ഒരു വട്ടമായപ്പോൾ തന്നെ എനിക്കത് നഷ്ടമായി. നീ എല്ലാത്തിനും മൗനം സമ്മതമെന്ന മട്ടിൽ എന്റെ കൂടെ നിൽക്കണം. ഉമ്മയെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിനും നിനക്ക് പറ്റില്ലെങ്കിൽ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ട് വരും. അപ്പോഴേക്കും ഞാൻ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. വൃത്തികേട് പറഞ്ഞാലുണ്ടല്ലോടാ. സണ്ണി ചിരിച്ചു. നിനക്കിത് പറ്റില്ലെങ്കിൽ നീ പറഞ്ഞോളൂ. നാട്ടുകാരോടെങ്കിലുമൊക്കെ നീ ഇപ്പോൾ സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം തീർന്നു കിട്ടും. അത് വേണോ? പിന്നെ എല്ലാവരും ഒന്ന് കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പോലീസിനെയും വിളിക്കും. അടുത്ത നിമിഷം എന്റെ ഉമ്മ നിലവിളിച്ചുകൊണ്ട് അവന്റെ കാലിലേക്ക് വീണു. പൊന്നു മോനെ, ഞങ്ങളെ ഉപദ്രവിക്കല്ലേടാ. നൗഫൽ ഉമ്മയെ കൊതിയോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നിന്റെ ഉമ്മയ്ക്കുണ്ട് ബുദ്ധി. അതുകൊണ്ട് ഉമ്മ മോനെ പറഞ്ഞ് മനസ്സിലാക്ക്. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല കേട്ടോ. എനിക്കാണ് നഷ്ടപ്പെടാനുള്ളത്. എന്റെ ഈ സ്വത്തുക്കളുടെ ഒരു വലിയ ഭാഗവും ഇപ്പോൾ നീ എനിക്ക് തന്നതാണ്. അതൊക്കെ നിനക്ക് തിരിച്ചു തരണമെങ്കിൽ എനിക്ക് നിന്റെ ഉമ്മയെ കിട്ടിയേ തീരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നീ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാവല് നിൽക്കണം. ഞങ്ങളുടെ ശബ്ദ കോലാഹലം പുറത്തേക്ക് കേൾക്കുമ്പോൾ അതൊക്കെ കേട്ട് നീ പുറത്തു നിൽക്കണം. എനിക്ക് അത് കണ്ടെന്ന് ആസ്വദിക്കണം. സമ്മതമാണോ? ഇതും പറഞ്ഞ് സണ്ണി നേരെ എഴുന്നേറ്റ് ഉമ്മച്ചിയുടെ മുറിയിലേക്ക് നടന്നു. ഉമ്മ നിലവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാം തകർന്നവനെ പോലെ ഞാനവിടെ ഇരുന്നു. ഞാൻ കാരണം എന്റെ ഉമ്മയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ. ഫോണെടുത്ത് ആരെയൊക്കെ വിളിക്കുന്നത് പോലെ സന ഡയൽ ചെയ്തു. ഫോണിൽ സംസാരിച്ചു തുടങ്ങി. നമ്മുടെ നൗഫലിനെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ എന്നുള്ള മറുതലയ്ക്കുള്ള ശബ്ദം കേട്ടപ്പോൾ തന്നെ ഉമ്മ വേഗം അവന്റെ ഫോൺ പിടിച്ചു മേടിച്ചു. കോള് കട്ട് ചെയ്തു. മുൻ നടക്ക്, ഞാൻ പിന്നാലെ വരാം. ഇതും പറഞ്ഞ് ഉമ്മ അവനെ ഉമ്മയുടെ മുറിയിലേക്ക് അയച്ചു. ഞാൻ നോക്കി നിൽക്കേ എന്നെ സങ്കടത്തോടെയുള്ളൊരു നോട്ടം നോക്കി ഉമ്മ അവന്റെ പിന്നാലെ ചെന്നു. കുറച്ചു സമയം ഞാൻ അങ്ങനെ തന്നെ നിന്നു. പിന്നീട് അവിടെ നിന്ന് കേൾക്കുന്ന കാഴ്ചകൾ എനിക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്ന പോലെ ആയിരുന്നു. ഒരു മകനും കാണാൻ ഇഷ്ടപ്പെടാത്ത കാഴ്ച. ജനലിലൂടെ നോക്കുമ്പോൾ രണ്ടുപേരുടെയും വസ്ത്രങ്ങളുടെ ഓരോ ഭാഗവും മുറിയിൽ മുഴുവനും ചിതറിക്കിടക്കുന്നുണ്ട്. കുറെ സമയം കഴിഞ്ഞപ്പോഴേക്കും സണ്ണിയേക്കാൾ അധികം ശബ്ദം ഉമ്മ ഇപ്പോൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അവൻ എൻ്റെ ഉമ്മയെ ഉപദ്രവിക്കുക എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. പക്ഷേ എല്ലാം കഴിഞ്ഞുള്ളവരുടെ കിടപ്പ് കണ്ടപ്പോൾ ഉപദ്രവിച്ചിട്ടില്ല, നന്നായി സുഖിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും നന്നായി സുഖിച്ചിട്ടുണ്ട്. മനസ്സിനെ ഓരോന്ന് പറഞ്ഞ് എനിക്ക് പാകപ്പെടുത്താൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. കുറെ കഴിഞ്ഞപ്പോ ഉമ്മ രണ്ടാമത് സുഖിച്ചു തുടങ്ങി. അതെ, അവൻ നന്നായി സുഖിപ്പിച്ചു തുടങ്ങി. ഉമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. അതുപോലെയാണ് ഒരു മയവുമില്ലാതെ സണ്ണി എടുത്തിട്ട് പെരുമാറിയത്. പക്ഷേ ഉമ്മയ്ക്ക് അതൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ ആയിരുന്നു മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് തോന്നിയേ. ഉമ്മയുടെ ആ ചാടി നിൽക്കുന്ന ഓരോ ഭാഗവും ഒരു മോനെന്ന നിലയിൽ കാണുന്നത് തെറ്റാണെങ്കിൽ പോലും എനിക്ക് നോൽക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്തൊരു ഭംഗിയാണ് ആ വെളുത്തു തുടുത്ത ഓരോ അവയവങ്ങളും. ഞാൻ കണ്ണുകൊണ്ട് ഉമ്മയെ നന്നായി ആസ്വദിച്ച് തന്നെ നോക്കി. ഇങ്ങനെയൊക്കെ ചെയ്യരുതെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കിയെങ്കിലും എനിക്ക് പറ്റുന്നുണ്ടായില്ല. കുറെ കഴിഞ്ഞപ്പോഴേക്കും ഉമ്മയതാ വികാരം കൊണ്ട് ആകെ പിടയുന്നു. ഉമ്മ ക്ലൈമാക്സിൽ എത്തിയെന്ന് എനിക്ക് മനസ്സിലായി. സണ്ണിയും അവസാനം ഉമ്മയിലേക്ക് ആഞ്ഞാഞ്ഞ് ആഴ്ന്നിറങ്ങുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് സുഖിക്കുന്ന ശബ്ദം പുറപ്പെടുവിച്ചു. എന്റെ ഉമ്മ സുഖിക്കട്ടെ, പാവം, എനിക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ടതല്ലേ. ഉപ്പയെ കൊണ്ടും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഉമ്മയുടെ ശരീരം ഒരു തരിമ്പ് പോലും ഉടയാതെയുള്ളത്. അല്പസമയത്തിന് ശേഷം രണ്ടാളും കിതച്ചുകൊണ്ട് പരസ്പരം പുണർന്നു കിടന്നു. ഞാൻ അവിടുന്ന് വേഗം തടി തപ്പി. പുറത്തിറങ്ങുമ്പോൾ എന്നെ അവിടെ കണ്ടാൽ മോശമല്ലേ? പുറത്ത് ഡ്രസ്സൊക്കെ ധരിച്ചിറങ്ങുന്ന സണ്ണിയെ കണ്ടപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നി. ഞാൻ കാരണം എൻ്റെ ഉമ്മയ്ക്കൊരവസ്ഥ. അവൻ പുറത്തു വന്ന് എൻ്റെ അടുത്ത് നിന്ന് ചിരിച്ചു.
നിന്റെ ഉമ്മ അടിപൊളിയാടാ, എത്ര കിട്ടിയാലും മതിയാവില്ല. ഓരോ ഭാഗത്തിനും എന്തൊരു രുചിയാണെന്നോ. നിന്റെ ഉമ്മയ്ക്ക് വല്ലാത്ത വികാരമാണ്. എനിക്ക് ദേഷ്യം വന്നു. നിന്റെ ഉമ്മ ഒരു അടിപൊളി കുതിരയാടാ, അവള് മെരുക്കാൻ കുറച്ച് കഷ്ടപ്പാടാ. എന്റെ കണ്ണുകൾ ദേഷ്യത്തോടെ ചുവന്നു. അവനെ നോക്കി ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഉമ്മയുടെ കൂടെ നിന്ന് എന്നെക്കാൾ ഉറപ്പാണോ നിനക്ക്? അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഉമ്മ ഏതായാലും അടിപൊളിയാ. ഞാൻ നാളെയും വരും. നാളെ മാത്രല്ല, ഇനിയിപ്പോ ഇന്ന് വൈകുന്നേരം വരാൻ തോന്നിയാൽ ഇന്നും വരും. ഇടയ്ക്ക് പറ്റുമെങ്കിൽ നീ ഉമ്മയെ അങ്ങോട്ട് കൊണ്ടാക്കണം കേട്ടോ. ഇതൊക്കെ പറഞ്ഞ് ഒരു വഷളൻ ചിരിയോടെ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അന്ന് രാത്രി ഞാനും ഉമ്മയും തമ്മിൽ പരസ്പരം നോക്കിയില്ല. ഉമ്മയ്ക്ക് എന്നെ ഫേസ് ചെയ്യാൻ മടി. തിരിച്ചെനിക്കും. ഫുഡ് ഓർഡർ ചെയ്ത് ഉമ്മയ്ക്ക് ഞാൻ മുറിയിലേക്ക് എത്തിച്ചു കൊടുത്തു. ഞാനും ഹോളിൽ തന്നെ ഇരുന്ന് കഴിച്ചു. ഉറങ്ങാൻ കിടന്നു. പക്ഷേ സണ്ണിയുടെയും ഉമ്മയുടെയും ആ ലീലാവിലാസങ്ങളായിരുന്നു എന്റെ കണ്ണിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. അല്പസമയം കഴിയുമ്പോഴേക്കും എന്റെ രക്തത്തിന് ചൂട് പിടിക്കുന്നത് ഞാൻ അറിഞ്ഞു. സ്വന്തം ഉമ്മയെപ്പറ്റി അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. പക്ഷേ പുരുഷനല്ലേ, ഒരാണല്ലേ, കൈവിട്ടു പോയി എനിക്ക്. ഉമ്മയെപ്പറ്റി ചിന്തിച്ച് ഒരു ഉഗ്രസ്ഫോടനം തന്നെ ഞാനത് നടത്തി. അവസാനം കുറ്റബോധമുണ്ടെന്നോർത്ത് നിങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ടാവുമല്ലേ? ഒരിക്കലുമില്ല. കുറ്റബോധം വന്നില്ല എന്ന് മാത്രല്ല, ഉമ്മയെ ഓർത്ത് എനിക്കിപ്പോൾ കൊതിയം കയറുന്നു. എന്തൊരവസ്ഥയാണല്ലേ. ഉമ്മയെ ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ വികാരം വരുന്നത് വല്ലാത്തൊരു ഫീലാണ്. ഒരു മോനെന്ന നിലയിൽ ഉമ്മയോടിപ്പോ വല്ലാത്തൊരു മൂടും. ഉമ്മയോട് ഇതൊക്കെ പറഞ്ഞാൽ പാകത്തിന് വിഷമമാവും. എങ്കിലും ഒരു തഞ്ചത്തിൽ ഇതൊക്കെ പറയണമെന്നൊരു തോന്നൽ എനിക്കിപ്പോ വന്നു തുടങ്ങി. പക്ഷെ സാഹചര്യം അനുകൂലമാവട്ടെ. എന്റെ പൊന്നുമ്മയ്ക്ക് എന്നോട് താല്പര്യമുണ്ടെങ്കിൽ ഈ ലൈനിൽ ഞാനും പിടിക്കും. അതായിരുന്നു എന്റെ മനസ്സിൽ. എങ്കിലും കഷ്ടപ്പെട്ട ആ വികാരമൊക്കെ തൽക്കാലത്തേക്ക് അടക്കി വെച്ച് അന്ന് ഞാൻ സുഖമായി കിടന്നുറങ്ങി. നമ്മുടെ ഈ ആബിദയുമ്മയുടെയും നൗഫലിന്റെ കഥ എങ്ങനെയുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഈ സണ്ണിക്കോശയുടെ ഒരു ഭാഗ്യല്ലേ. ആരും കൊതിച്ചു പോകുന്ന ഒരു ഉഗ്രൻ അച്ചായൻ. അവന്റെ കൈക്കരുത്തെറിഞ്ഞ ആബിദ ഇനി സ്വന്തം മോന് കൊടുക്കുമോ? അതോ അച്ചായന്റെ മാത്രം താത്ത പെണ്ണായിട്ട് മാറുമോ? നല്ല രസമുള്ള കഥ. ഇതിലും സൂപ്പർ കഥയൊക്കെ ആയിട്ട് നിങ്ങളുടെ സ്വന്തം ദേവു ഇനിയും വരൂട്ടോ. ലൈക്ക് ചെയ്യുന്ന കാര്യം ആരും മറക്കരുതേ. കഥ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം. അടുത്ത ദിവസം അടിപൊളി കഥയായിട്ട് വീണ്ടും വരാം. ബൈ ബൈ ഡിയേഴ്സ്.